പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് എ വി റസൽ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ അനിൽകുമാർ, വേദിയിലെ ബഹുമാന്യരായ ആദ്യകാല നേതാക്കന്മാരെ, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ സദസ്സിലും വേദിയിലുള്ള മറ്റ് നേതാക്കളെ, സഖാക്കളെ, സഹോദരീ സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി അനവധി അനുബന്ധ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനങ്ങളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായൊരു ചടങ്ങാണ് ഇപ്പം നടക്കുന്ന ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുക എന്ന സംസ്കാരസമ്പന്നമായ ഈ സമ്മേളനം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലഘട്ടങ്ങളിലും തങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരെ, ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ സമ്മേളനങ്ങൾ സമാരംഭിക്കാറ്. പാമ്പാടിയിൽ വെച്ച് ഈ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടെ, സ്വാതന്ത്ര്യ സമര സേനാനിയും CPIM-ൻ്റെ ആദ്യകാല പ്രവർത്തകർ CS-നോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് KM എബ്രഹാം എന്ന അവറാച്ചൻ MP-ആയും MLA-ആയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായും അതോടൊപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയുമായും എല്ലാം നാം ആദരിച്ചിരുന്ന അവറാച്ചൻ മൺമറഞ്ഞു എങ്കിലും ഈ പാമ്പാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശവും ആസ്ഥാനവും അന്ത്യവിശ്രമം കൊള്ളുന്നത്. EM ജോർജ് ഒരു കാലഘട്ടത്തിൽ കേരള നിയമസഭയിലെ സിംഹം ഗർജനം എന്ന് സ്പീക്കർമാർ പോലും സൂചിപ്പിച്ചതും, നിയമസഭാ ചരിത്രയേടുകളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിൽ ഇപ്പോഴും ലൈബ്രറികളിൽ നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിയമസഭാ രേഖകളിലെടുത്ത് വായിച്ചിട്ടുണ്ട്. ഡോക്ടർ ആർ പ്രസന്നൻ എഴുതിയ നിയമസഭയിൽ നിശബ്ദനായി എന്ന ഗ്രന്ഥത്തിൽ എത്രയോ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് EM ജോർജിൻ്റെ ആ പ്രസംഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ സഖാവ് EM ജോർജ് ജീവിച്ചിരുന്ന പ്രദേശമാണ് പാമ്പാടി. സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങും കൽപ്പിച്ചിരുന്ന ഘട്ടങ്ങളിൽ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ മേഖലയിലെ ആദ്യത്തെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് സഖാവ് MK സുകുമാരൻ. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ നിന്ന് സുന്ദരയുടെ സണ്ണിലോയായ ചാരിയാണ് കേസ് വാദിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആ സുകുമാരൻ ചേട്ടൻ പ്രവർത്തിച്ചിരുന്ന മേഖലയാണ് ഈ പാമ്പാടി. ആദ്യകാല പ്രവർത്തകരിൽ ഏറ്റവും വലിയ പഠന ക്ലാസ്സുകളെടുത്തും പാർട്ടി അധ്യാപകരുമായി പ്രവർത്തിച്ച പൂഴിത്തറ ചാക്കോച്ചൻ ഈ മേഖലയിൽ ധാരാളമായി ഇടപെട്ട് പ്രവർത്തിച്ച പ്രവർത്തകരാണ്. അങ്ങനെ ഈ സമ്മേളനം നടക്കുന്ന പ്രദേശത്ത് തന്നെ ആദ്യകാല പ്രവർത്തകരിൽ അഗ്രഗണ്യനായിരുന്ന ഒട്ടേറെ സഖാക്കൾ മൺമറഞ്ഞവരുടെ ഇരമ്പുന്ന സ്മരണകളെ സാക്ഷി നിർത്തിയാണ് ഈ സമ്മേളനം സമാരംഭിക്കുന്നത്. നമ്മുടെ ജില്ലയിലെടുത്താൽ അനശ്വരരായ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ബലികുടീരങ്ങളിൽ നിന്നാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ നഗരിയിൽ ഉയർത്താനുള്ള രക്തപതാകയും അതുപോലെ കൊടിമരവും കപ്പിയും കയറുമൊക്കെ എത്തിച്ചേർന്നത്. അതിൽ പത്മേഷനായിരുന്നാലും മടയാർ തങ്കപ്പനായിരുന്നാലും ചങ്ങനാശ്ശേരി രമണനായിരുന്നാലും എളമ്പള്ളി വിശ്വംഭരനായിരുന്നാലും മീനട മാറാമിയായിരുന്നാലും ഇനി ദീപശിഖ എത്താൻ പോകുന്ന അനശ്വര രക്തസാക്ഷികൾ സഖാക്കൾ ഗോപിയും അലിയും ബാബായും ഉൾപ്പെടുന്ന നീണ്ടൂർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ദീപശിഖയായിരുന്നാലും ഒപ്പം അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ബാബു ജോർജ് അടക്കമുള്ള വിവിധ രക്തസാക്ഷികളുമെല്ലാം ഈ ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ആ അനശ്വരരായ രക്തസാക്ഷികളെ അഭിമാനാദരവോടെ നെഞ്ചേറ്റിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം സമാരംഭിക്കുക. സംസ്ഥാനത്തെടുക്കുമ്പോൾ 500-ൽ പരം രക്തസാക്ഷികളുടെ ജീവരക്തം കൊണ്ട് പടുത്തുയർത്തിയ മഹത്തായി പ്രസ്ഥാനം. ആ രക്തസാക്ഷികളാണ് നമ്മുടെ ഊർജം, ആ രക്തസാക്ഷികളാണ് നമ്മുടെ ദിശാബോധം, നമുക്കെല്ലാ കരുത്തും തന്ന് നമ്മളെ ആവേശഭരിതരാക്കുന്നു. അവരെയെല്ലാം അഭിമാനാദരവോടെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ സമ്മേളനം സംസ്ഥാനത്ത് ആരംഭിക്കുക. നമുക്ക് സംഘടനാ പ്രവർത്തനമായ നമ്മുടെ പാർട്ടി ജന്മമെടുക്കും നിങ്ങൾക്കെല്ലാം അറിയാം. 1937 കോഴിക്കോട്ട് ചായപ്പീടികയിൽ സഖാവ് കൃഷ്ണപിള്ളയും NC ശേഖരനും K ദാമോദരനും EMS-ഉം ഉൾക്കൊള്ളുന്ന 4 വർഷംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ലിൽ ആ രൂപീകരണ യോഗത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഇന്ന് 24-ാം പാർട്ടി കോൺഗ്രസ് എത്തുമ്പോഴേക്ക് കേരള സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയായി, ഏറ്റവും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായി, 2 പ്രാവശ്യം ഈ സംസ്ഥാനം തുടർച്ചയായി ഭരിക്കാൻ നേതൃത്വം നൽകിയ പാർട്ടിയായി വളർന്നിരിക്കുന്നുവെങ്കിൽ ആ വളർച്ചയുടെ പിന്നിൽ ഈ രക്തസാക്ഷികളുടെയും ഈ ആദ്യകാല പ്രവർത്തകരുടെയും എല്ലാം ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നാം ഓർക്കണം. അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോയിക്കൂടാ. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അനശ്വരരായ രക്തസാക്ഷികൾ അഭിമാനാദരവോടെ നാം നോക്കിക്കാണുന്നു. മടത്തിലപ്പവും കോയിത്താറ്റിൽ ചിരികണ്ഠനും കുഞ്ഞമ്പു നായരും അതേപോലെ തന്നെ അബൂബക്കറും. ആരായിരുന്നു 4 പേർ? അവരായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്നും ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഈ കൽത്തുറങ്കിൽ കിടന്ന് കയ്യാമങ്ങൾ ഏറ്റുവാങ്ങി കഴുകുപരങ്ങളിലേക്ക് ആനയിക്കപ്പെടുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായി ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച അനശ്വരരായ രക്തസാക്ഷികൾ അവരാണ് മടത്തിലപ്പവും കൊയ്ത്താറ്റിൽ ചിരികണ്ഠനും കുഞ്ഞമ്പു നായരും അബൂബക്കറും. അവരായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലെ തീക്ഷ്ണമായ പോരാട്ടങ്ങളിൽ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളും അങ്ങനെ എത്രയോ ആളുകൾ. നമ്മുടെ അനശ്വരരായ രക്തസാക്ഷികൾ കയ്യൂരിലും കരിവെള്ളൂരിലും കാവുമ്പായിലും വനയംകുന്നിലും പാടിക്കുന്നിലും നീണ്ടൂരിലും ഇതിഹാസോജ്വലമായ പുന്നപ്രവയലാറിലുമെല്ലാം എണ്ണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങളിൽ യന്ത്രത്തോക്കുകൾ തീതുപ്പുമ്പോഴും ഉരുക്കുമനുഷ്യ മാംസത്തെ ചുട്ടെരിച്ച നേരത്തും ഉയർത്തി ഞങ്ങൾ ചെറുത്തുനിൽപ്പിൻ വാരിക്കുന്തങ്ങൾ സഹാക്കളെ മുന്നോട്ട് എന്ന് ആവേശം കൊള്ളിച്ച് പുന്നപ്രവയലാറിൻ്റെ പിരിമാറിൽ യന്ത്രത്തോക്കിൻ്റെ മുമ്പിൽ അവരുടെ എല്ലാം നെഞ്ചിൽ നിന്ന് ചുടുനിളങ്ങൾ ചീറിയൊലിക്കുമ്പോഴും അവർ ഇൻകുലാബ് വിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ചുടുചോരകൾ നെഞ്ചിൽ നിന്ന് ചീർത്തരിക്കുമ്പോഴും അവർ ഇൻകുലാബ് വിളിച്ചുകൊണ്ടിരുന്നു. അവർ ഉരുക്കുമനുഷ്യ മാംസത്തെ ചുട്ടെരിച്ച നേരത്തും ഉയർത്തി ഞങ്ങൾ ചെറുത്തുനിൽപ്പിൻ വാരിക്കുന്തങ്ങൾ. അങ്ങനെയാണ് ഈ മഹത്തായ പ്രസ്ഥാനം എണ്ണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങളിൽ കൂടി ആർജിച്ച കരുത്തും അതിൻ്റെ ഊർജ്ജസ്വലതയും എല്ലാം ചേർന്ന് ഈ മഹത്തായ പ്രസ്ഥാനം അധ്വാനിക്കുന്നവൻ്റെ പണിയെടുക്കുന്നവൻ്റെ പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന ജനകോടികളുടെ ഹൃദയത്തുടിപ്പുകൾക്ക് രൂപവും ഭാവവും നൽകി മുന്നോട്ട് വന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പാർട്ടിയായി വളരാൻ കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയും ചെങ്കൊടിയൊന്നൊരു കൊടിയും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച പറവൂർ ടി.കെ. കണ്ടു നമ്മൾ ശൂരനാട് രക്തസാക്ഷി ദിനത്തിൻ്റെ വാർഷികമായി ആഘോഷിക്കാൻ ഞാൻ പോയിരുന്നു അടുത്ത കാലത്ത്. എത്രയോ വലിയ രൂപത്തിലുള്ള കൊടിയ മർദ്ദനങ്ങളുടെ അനുഭവങ്ങളാണ് ശൂരനാട്ടെ നമ്മുടെ സഹാക്കൾ രക്തസാക്ഷികൾ ആയിറക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ച ഈ നാട്ടിൽ ഒരുപക്ഷേ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇനി ഇങ്ങനൊരു പാർട്ടി ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചവർ, കൊടി ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചവർ 1957 ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു VMSൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് 3 സുപ്രധാനമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തി. ഒന്ന്, കുടി ഒഴിപ്പിക്കൽ. 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 1957 ഏപ്രിൽ 11 ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഓർഡിനൻസ് പുറത്തിറക്കി. പാവപ്പെട്ട ചാത്തനും ചിരിതയും ചോരിയും കേശവനും കുട്ടപ്പനും മറിയും കിടക്കുന്ന മാടങ്ങളും അവർ വസിച്ച 10 സെന്റ് ഭൂമിയും അവർക്ക് അവകാശപ്പെട്ടതാണ് കുറ്റുകൊണ്ട് ദേഹങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ആദ്യമാറ്റിയ പ്രഖ്യാപനം കേട്ട് നമ്മുടെ രാജ്യത്തിലെ അധികാരികളുടെ താവളങ്ങളിൽ ഇടിമുഴക്കത്തിൻ്റെ കാരുണ്യങ്ങൾ സൃഷ്ടിച്ചു. ആഢ്യതയുടെ മേലങ്കിയിട്ട തറവാടികളുടെ താവളങ്ങളിലെല്ലാം ഇടിമുഴക്കത്തിൻ്റെ കാരുണ്യങ്ങൾ സൃഷ്ടിച്ച ആ പ്രഖ്യാപനം കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ ഈ രാജ്യത്തെ ജന്മി നാടുവാഴികളും ഗൂണ്ടകളും അതുപോലെ പ്രതിരോധകാരികളുടെ രാഷ്ട്രീയവും എല്ലാം ഒരുമിച്ച് ചേർന്നു. അവരാകെ ചേർന്ന് മുണ്ടശ്ശേരി എന്നും വിക്കൻ നമ്പൂതിരി എന്നും പട്ടപ്പോട്ടറി എന്നും ചട്ടൻ ജോർജ് എന്നും എല്ലാം വിളിച്ച് തിരുവോരങ്ങളിൽ നടത്തിയ എണ്ണമറ്റ പടയൊരുക്കങ്ങൾ ആ ഗവൺമെൻറ്റിനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഭരണഘടനാപരമായും ധാർമ്മികമായും അധികാരമുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തു. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയുടെ റിപ്പോർട്ട് വെച്ച്. ഇനി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും കേരളത്തിലുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചായിരുന്നു പിന്നീടുള്ള ഭരണാധികാരികളെല്ലാം. പക്ഷേ 1967 എത്തുമ്പോൾ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64 എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാഷണൽ കൗൺസിലിൽ നിന്ന് 32 അംഗങ്ങൾ പുറത്തു വന്ന് തെനാലിയിൽ സമ്മേളിച്ച് CPIM എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകി. പുതിയ പാർട്ടി പരിപാടി അംഗീകരിച്ചു. ആ സമ്മേളനം പിന്നീട് കൽക്കട്ടയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് വിളിച്ചു ചേർത്ത് ഇന്നത്തെ പാർട്ടി പരിപാടി അംഗീകരിച്ചു. അങ്ങനെയുള്ള പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് വന്ന് 1967 എത്തുമ്പോൾ
കേരളത്തിൽ സപ്തമുന്നണി VMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന് 117 സീറ്റുകൾ പിടിച്ചടക്കി. 117 സീറ്റുകൾ പിടിച്ചടക്കി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ മുന്നണി ഗവൺമെന്റാണ് പണിയെടുക്കുന്നതിൻ്റെ കയ്യിൽ ഭൂമി എത്തിക്കാൻ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച് പാട്ടം എന്നേക്കുമായി അവസാനിച്ച് വാരം അവസാനിച്ച് ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ കർഷകന്റെ കയ്യിൽ ഭൂമി എത്തുന്ന സാഹചര്യം സംജാതം. ഇന്ന് നമ്മൾ കാണുന്ന 1/1/1970 ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം പട്ടികയിൽപ്പെടുന്ന ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കിയത് യഥാർത്ഥത്തിൽ VMSന്റെ ഗവൺമെന്റാണ്. 1/1/1970 ലാൻഡ് റിഫോംസ് ആക്ട് നിലവിൽ വന്നു. അങ്ങനെയാണ് കേരളത്തിൽ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ അടുത്ത ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച സാംസ്കാരിക കേരളത്തിന്റെ പ്രകാശഗോപുരമായിരുന്ന മഹാനായ MD ജ്ഞാനപീഠം അവാർഡ് ജേതാവ്, കേരളം വാർഷികത്തിന്റെ ഏതാണ്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അദ്ദേഹം ആദ്യമായി കേരളത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് കമന്റ് ചെയ്ത ആദ്യത്തെ വാചകം ഇതാണ്: കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ സാമൂഹ്യ പുരോഗതിയുടെയും അടിസ്ഥാനം ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമങ്ങളാണ്. അത് കൊണ്ടുവന്നതാകട്ടെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ ലാൻഡ് റിഫോംസ് ആക്ട് 1/1/1970 ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽപ്പെടുത്തി കൊണ്ടുവന്നതോടുകൂടി ഈ രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റം ഇന്ത്യയിലാകെ അലടിച്ചുകൾ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ഇന്നും ജമീന്ദാരി സമ്പ്രദായവും ജോട്ടിദാരി സമ്പ്രദായവും ആടുവാഴിത്വവും എല്ലാം നിലനിൽക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ആ ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും വിരാമമിട്ട് പണിയെടുക്കുന്നതിന്റെ കയ്യിൽ ഭൂമിയെത്തി പാവപ്പെട്ടവൻ കടന്നിരുന്ന ആ 10 സെന്റ് ഭൂമി അവന് ലഭിക്കുന്ന സാഹചര്യം സംജാതമായി മുന്നോട്ട് വന്നു. 1967 അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ 69 അവസാനം തകർത്തത് നമുക്കെല്ലാം അറിയാം. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനുശേഷം നമ്മൾ കണ്ടു വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇനി പ്രത്യേകിച്ച് CPIM അടിയന്തരാവസ്ഥയുടെ വരവാണ്. 1975 ജൂൺ മാസം 26 ആഭ്യന്തര അടിയന്തരാവസ്ഥ. 1975 ജൂൺ മാസം 26-ാം തീയതി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെങ്കിൽ ജൂലൈ മാസം 16-ാം തീയതി ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടന്നത് ഈ പുതുപ്പള്ളി ഏരിയയിലെ പാമ്പാടി പഞ്ചായത്തിലെ മീനടത്തായിരുന്നു. മീനട ഔറാമിയാണ് അന്ന് രക്തസാക്ഷിയായി. ഇവിടെ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി വലിയ രൂപത്തിലുള്ള പോലീസ് നരനായാട്ട് സംഘടിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള എത്രയോ ദിവസങ്ങൾ ആ കാലഘട്ടത്തിൽ പോലീസുകാരുടെ ബൂട്ടുട്ട കുളമ്പടി ശബ്ദം, അതിഭീകരമായ തേർവാഴ്ചകൾ. പാമ്പാടി മീനട, അന്നും മീനടവും പാമ്പാടി ഒരു പഞ്ചായത്താണ്. മീനടത്തായിരുന്നു ആദ്യത്തെ രക്തസാക്ഷിത്വം ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് വീണ്ടും ഈ മഹത്തായ പ്രസ്ഥാനം സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങും കൽപ്പിച്ചിരുന്നു. ഈ സദസ്സിലും വേദിയിലിരിക്കുന്ന നിരവധി പ്രവർത്തകർ ആ കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ള പരിമിതികൾക്കിൽ നിന്നും പ്രവർത്തിച്ചു വരാം. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ചില സർക്കുലറുമായി അന്ന് ഇന്നത്തെ രൂപത്തിൽ കമ്പ്യൂട്ടറുകളില്ല, നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഫോണില്ല, നമുക്ക് ലാൻഡ് ഫോണുകൾ മാത്രമുള്ളൊരു കാലഘട്ടത്തിൽ ആശയവിനിമയത്തിന് വേണ്ടി സൈക്ലോസ് ചെയ്ത മിഷനിലെ കത്തുമായി പോയ അന്നത്തെ ഒരു എളിയ യുവജന വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. പല നേതാക്കന്മാരുടെയും മുമ്പിൽ കത്തുകൾ എത്തിക്കുന്ന അന്നത്തെ രഹസ്യ സർക്കുലർ. അടിയന്തരാവസ്ഥയുടെ ആ ഭീകരത ഈ നാട്ടിൽ എല്ലാ കൊടികുത്തിവാണ്. എത്രയോ ഭീകരമർദ്ദനങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഏറ്റുവാങ്ങേണ്ട സന്ദർഭങ്ങളുണ്ടായി. ആ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട യാമങ്ങളിൽ ഈ ഇന്ത്യൻ തടവറകൾ ചിതറിത്തെറിച്ച പച്ച മനുഷ്യമാംസത്തിന്റെ ഗന്ധം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു വന്ന മഹത്തായ പ്രസ്ഥാനമാണ് CPIM എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കും. 1979-80കളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണി കേരളത്തിൽ പൊളിഞ്ഞു. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ആശയം മുന്നോട്ട് വന്നു. ഒരുപക്ഷെ ഞങ്ങൾ പറയുന്നു, പള്ളിക്കത്തോട് പഞ്ചായത്തിലായിരുന്നു 1979 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ സഹകരണ സംഘത്തിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ മുന്നണി ഉണ്ടാക്കി. മുന്നണി അർത്ഥവത്താകുന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം ഞങ്ങൾ ഉറപ്പാക്കി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 1980 അധികാരത്തിൽ വന്നു. സഖാവ് EK നയനാർ, ഏറമ്പാടൻ കൃഷ്ണൻ നയനാർ എന്ന EK നയനാരുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റാണ് ഈ കേരളത്തിൽ ആദ്യമായി പാവപ്പെട്ട കർഷക തൊഴിലാളി, പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവരാണ് കരുമാടിക്കുട്ടന്മാർ, അവരാണ് ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നവർ, അവരാണ് പെൻഷൻ അർഹിക്കുന്നവർ. നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഇരിക്കുന്ന
ആ ഉദ്യോഗസ്ഥ വൃന്ദം മാത്രമല്ല പെൻഷൻ അർഹിക്കുന്നത്, യഥാർത്ഥ മണ്ണിന്റെ മക്കൾ ഇവരാണ് പെൻഷൻ അർഹിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വന്നത്. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് ഏറമ്പാടൻ കൃഷ്ണൻ നായനാർ എന്ന EK നയനാർ. ആ മുന്നണിയുടെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യം. അങ്ങനെയാണ് ഈ കേരളം പെൻഷനുകളുടെ ആവിർഭാവം. ഇന്ന് 22ഓളം ക്ഷേമനിധി പെൻഷനുകൾ സംസ്ഥാനത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിക്കുന്നുവെങ്കിൽ 980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആദ്യമായി ആ ആശയം കൊണ്ടുവന്നത്. സഖാവ് EK നയനാർ ഗവൺമെന്റ് 21 മാസമേ ഗവൺമെന്റിനെ ഇരിക്കാൻ അനുവദിച്ചു. അന്നത്തെ വലിയ രൂപത്തിലുള്ള നീക്കങ്ങൾ നമുക്കെല്ലാം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. അത് കടന്നാൽ അതിനെ തള്ളിത്താഴയിട്ട് ഈ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ അത് ആ ഗവൺമെന്റിനെതിരെ നീങ്ങിയ നീക്കത്തെ കാസ്റ്റിംഗ് ഗവൺമെന്റ് വന്ന് വീണ്ടും ആഭ്യന്തരമന്ത്രിയായി വന്നയാളിനെ തടയാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിൽ EM ജോർജും ഞങ്ങൾ ഇവരുടെ സദസ്സിലും വേദിയിലുള്ള നിരവധി ആളുകൾ. എത്രയോ ക്രൂരമായ മർദ്ദനമായിരുന്നു അന്ന് പോലീസ് ഞങ്ങൾ നിർക്കരിച്ചു വിട്ടത്. ഒരിക്കലും നമുക്ക് ഇതുവരെ ഉണ്ടാവാത്ത അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഈ ഗവൺമെന്റിനെ എല്ലാ അർത്ഥത്തിലും നേരിട്ട് നമ്മൾ നടത്തിയ എല്ലാം ഫലമായി വീണ്ടും 987 എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി EK നയനാരുടെ നേതൃത്വത്തിൽ വീണ്ടും കേരളത്തെ അധികാരത്തിൽ. ആ ഗവൺമെന്റ് കേരളത്തിൽ ഒട്ടനവധി പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ജില്ലാ കൗൺസിൽ നിയമം തന്നെ പാസാക്കി അധികാര വികേന്ദ്രീകരണം അർത്ഥപൂർണമാക്കി നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പുത്തൻ ആശയങ്ങൾ മുന്നോട്ട് വന്ന് ഒരുപക്ഷെ EK നയനാരുടെ 1, 2, 3 ഗവൺമെന്റുകൾ എടുത്താൽ അതിൽ നടപ്പാക്കാൻ കഴിഞ്ഞ പുരോഗമനപരമായ പരിപാടികളെല്ലാം പ്രസംഗിച്ചാൽ പുലരും വരെ പ്രസംഗിക്കാം. സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കാൻ കഴിഞ്ഞ കാലഘട്ടം, അതേപോലെ തന്നെ ജനകീയാസൂത്രണം ഏറ്റവും അവസാനം നടപ്പാക്കുന്ന നയനാർ ഗവൺമെന്റ് ഏറ്റവും വിപ്ലവകരമായ നീക്കങ്ങൾ, ഇതെല്ലാം വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്തും അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചും അധികാര വികേന്ദ്രീകരണം അർത്ഥപൂർണമാക്കിയും എത്രയോ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് സഖാവ് നയനാരുടെ നേതൃത്വത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. ആ മുന്നണി ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് DS-ന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. 2006 മുതൽ 2011 വരെ ഇരുന്ന ആ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ EMS ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ പാവപ്പെട്ടവന് കിടക്കാനുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് തിരിഞ്ഞു. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. വീണ്ടും ആ ഗവൺമെന്റ് പോയി. പിന്നീട് UDF-ന്റെ ഭരണം വന്നു. പഴയതെല്ലാം തട്ടിപ്പിറുത്തെറിപ്പിച്ച് ഈ കേരളത്തെ വല്ലാത്ത രൂപത്തിലേക്ക് മാറ്റിത്തീർത്ത ഒരു ഘട്ടത്തിലാണ് 2016 ഇന്നത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും. ആ ഗവൺമെന്റ് 1ഉം 2ഉം കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. കേരളത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി ബഹുമതി കിട്ടുന്ന എത്രയോ സ്ഥാനങ്ങൾ ഇന്ന് ഈ 1ഉം 2ഉം ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ. അതിൽ ഒന്നാം ഗവൺമെന്റ് കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച 4 മിഷനുകൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അൺഎക്കണോമിക് എന്ന് പറഞ്ഞ പൂട്ടിയ സ്കൂളുകളെല്ലാം നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിയും. ആ സ്കൂളുകളൊക്കെ തന്നെ ഇന്ന് ശബ്ദാനമായി മാറി. പണമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതിയെന്ന് അണ്ണയുടെ സ്കൂളിന്റെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസം ഒരു അഭിജാത ന്യൂനപക്ഷത്തിന്റെ ആർഭാടമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ ഭരണാധികാരികളുടെ കാഴ്ചപ്പാട് അനുസരിച്ച് കേരളവും നീങ്ങിയപ്പോൾ അതിനെതിരെ ധീരമായി പോരാടിയ അനശ്വര രക്തസാക്ഷികൾ നമുക്കുണ്ട് കൂത്തുപറമ്പ്. ആ പോരാട്ടങ്ങളിൽ കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസത്തിന്റെ വീക്ഷണം നമുക്ക് പുനഃസ്ഥാപിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ ഭാഗത്ത് കഴിഞ്ഞിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം പദ്ധതിയിലൂടെ ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു. അതേപോലെ തന്നെ ഭവന നിർമ്മാണ രംഗത്ത് ലൈഫ് പദ്ധതിയിലൂടെ 1ഉം 2ഉം പിണറായി സർക്കാർ എടുക്കുമ്പോൾ 4,01,000 വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയധികം വീട് നിർമ്മിച്ച മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്നാണ്. ഇത്രയധികം വീട് സൗജന്യമായി നിർമ്മിച്ചു കൊടുത്ത ഏക സംസ്ഥാനം ഈ കേരളമാണ്. 4 ലക്ഷത്തിൽ പരം വീടുകൾ. അതാണ് കേരളത്തിൽ ഈ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. പെൻഷൻ ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ 600 രൂപ ഉണ്ടായിരുന്നത് കൊടുക്കാൻ കഴിയാതെ 18 മാസം കുടിശ്ശികയായിരുന്നത് അത് കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, അത് വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കി. ഇപ്പൊ പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലേക്ക് അത് എത്തിച്ച് പഴയ കുടിശ്ശികയും കൊടുത്ത് ഇനി ഏതാനും അവശേഷിക്കുന്ന രൂപത്തിലേക്ക് ആ പെൻഷൻ സ്കീമിനെ
1600 രൂപയാക്കി വളർത്തിയെടുത്ത ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ ഗവൺമെന്റാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയും. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങളുടെ പട്ടികയെടുക്കുമ്പോൾ സുസ്ഥിര ഭരണത്തിന് ഇന്ന് എല്ലാ അർത്ഥത്തിലും ദേശീയ തലത്തിൽ പരിശോധന നടക്കുമ്പോൾ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിനെ രേഖപ്പെടുത്തുന്നു. കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ നമ്മൾ സുസ്ഥിര ഭരണത്തിന്റെ രംഗത്ത് മുന്നോട്ട് പോകുന്നു. കേരളത്തിലാണ് നമ്മൾ 61 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് സൂചിപ്പിക്കുന്നു. കേരളമാണ് ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിച്ചു നിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കേരളമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കി മുന്നോട്ട് വരുന്ന സംസ്ഥാനമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. വ്യാവസായിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് വന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. എല്ലാത്തിലുപരി ഈ വരാൻ പോകുന്ന നവംബർ മാസം 1 2025 പറന്നിരിക്കുന്നു. ഈ വരുന്ന 2025 നവംബർ 1 ഐക്യ കേരളത്തെ നാം പുതിയൊരു പ്രഖ്യാപനത്തിന് വേണ്ടി കാതോർക്കുകയാണ്. നീതി ആയോഗിന്റെ പരിശോധനയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള നാട് ഒന്നാം സ്ഥാനം UP ആണ്. 2ാം സ്ഥാനം ബീഹാറാണ്. ചിലയിടത്ത് 30, ചിലയിടത്ത് 28, രാജസ്ഥാനിൽ 26. ഇങ്ങനെ എടുക്കുമ്പോൾ കേരളത്തിൽ 0.73 എന്ന് നീതി ആയോഗ് തന്നെ രേഖപ്പെടുത്തുന്നു. അതെടുക്കുമ്പോൾ അവരുടെ കണക്കിൽ കോട്ടയം ജില്ല 0ആണ്. പക്ഷെ നമ്മുടെ കണക്കിൽ ഉണ്ട് ഏതാനും ആളിൽ കൂടി. പക്ഷെ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന പ്രോജക്റ്റ് അനുസരിച്ച് 2025 നവംബർ മാസം 1 എത്തുമ്പോൾ രാജ്യത്താദ്യമായി ഏറ്റവും കൂടുതൽ നമ്മൾ അതിദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിച്ച് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന പേര് കേരളത്തിന് ലഭിക്കാൻ ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. ഒരു നാടിന്റെ വികസന രംഗത്ത് റോഡും തോടും പാലവും കരിങ്കും മാത്രമല്ല, വികസനം മനുഷ്യ മനസ്സുകളിൽ അവരുടെ ജീവിതത്തിൽ പുരോഗതിയുടെ പാതയുണ്ടാവണം. ഇന്നലെ വരെ കീറത്തുപ്പായിൽ കിടന്നിരുന്നവർ, ഇന്നലെ വരെ മരച്ചോട്ടിൽ കിടന്നിരുന്നവർ, ഇന്നലെ വരെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിരുന്നവർ, ഇന്നലെ വരെ പാതയോരങ്ങളിൽ കിടന്നിരുന്നവർ ഇന്നവർക്ക് കിടന്നുറങ്ങാൻ ഒരു ഭവനം ഉണ്ടാവുന്നു. അവർക്ക് ദാഹജലം കിട്ടുന്നു, അവർക്ക് വസ്ത്രം കിട്ടുന്നു, അവർക്ക് അന്നം കിട്ടുന്നു. ഇതാണ് വികസനം. ഇതാണ് മാനവരാശിയുടെ വികസനം നാം ആഗ്രഹിക്കുന്നത്. ഗാന്ധിയൻ ഫിലോസഫി എടുത്താലും ആ ഫിലോസഫിയിൽ ചൂണ്ടിക്കാണിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം എന്താ? ഒരു നാട്ടിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രന്റെ മുഖമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ വരേണ്ടത്. പിണറായി സർക്കാർ ഏറ്റെടുത്ത ദൗത്യം 1ഉം 2ഉം സർക്കാർ ആ നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു, അവരെ കൈപിടിച്ചുയർത്തുന്നു, അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നു, ആ രൂപത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ വമ്പിച്ച മാറ്റങ്ങൾ കേരളത്തിൽ വരുമ്പോൾ വികസന രംഗത്ത് ഇപ്പോൾ 2026 ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും രണ്ടും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഗെയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കൂടംകുളം പദ്ധതി കൂരപ്പട വെച്ച് നിർത്തിവെച്ച് പോയതാണ്. 400 മെഗാവാട്ട് വൈദ്യുതി കിട്ടുന്ന ആ പദ്ധതി അടൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി മെട്രോ ആരംഭിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ മെട്രോ ആരംഭിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ഏറ്റവും അവസാനമായി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ കത്തെഴുതിയിട്ടിരിക്കുകയാണ് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് തരാൻ. മറ്റൊന്നുമല്ല, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്തു. ഇപ്പൊ ഞങ്ങൾ ട്രയൽ റൺ എടുത്തപ്പോൾ ഉള്ള അനുഭവം, ട്രയൽ റണ്ണിന്റെ കാലം ഡിസംബർ 3 അവസാനിക്കുമ്പോൾ അവിടെ വന്നത് 70 ഷിപ്പുകളാണ്. ഈ അടുത്ത ദിവസം ഏറ്റവും അവസാനം വന്നത് MSCയുടെ മിഷാൽ എന്ന കപ്പൽ കൂടി എത്തിച്ചേർന്നപ്പോൾ 100 കപ്പലുകൾ വന്ന് 2 ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ 4ഓ 5ഓ തുറമുഖങ്ങൾക്ക് ഒന്ന്, ഇന്ത്യയിലെ 1ാമത്തെ തുറമുഖം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കിട്ടിയാൽ ആ ദിവസം കമ്മീഷൻ ചെയ്യാൻ കാത്തെഴുതി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എത്ര കണ്ട് പുരോഗതിയിലേക്ക് വരുന്നു. ദുബായിലേക്കുള്ള കപ്പൽ യാത്ര കൊച്ചിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഏപ്രിൽ 1 കഴിയുമെന്ന രൂപത്തിൽ ഞങ്ങൾ അതിന്റെ പ്രവർത്തനം പുരോഗതിയിലേക്ക് നിൽക്കുകയാണ്. ബേപ്പൂർ തുറമുഖവും അതേപോലെ അഴീക്കൽ തുറമുഖവും അത് പല രൂപത്തിൽ ഞങ്ങൾ അത് പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ന് PPP ആയി അതിന്റെ പ്രോജക്റ്റുകൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നാനാതരത്തിൽ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുമ്പോൾ ശബരിമലയിൽ ഇതാ എയർപോർട്ട് വരാൻ പോകുന്നു. അതിന്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. നാടിന്റെ വികസനങ്ങൾ എത്ര വലുത്! ഈ ജില്ല ഉൾപ്പെടെ എടുത്താൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പുരോഗതി, ആതുര സേവന രംഗത്ത് മെഡിക്കൽ കോളേജ് ഒരുപക്ഷെ കേരളത്തിലെ മുൻനിര മെഡിക്കൽ കോളേജിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മെഡിക്കൽ കോളേജായിരിക്കുന്നു. 360 ബെഡോടുകൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും സർജിക്കൽ ബ്ലോക്ക് 400 ബെഡോടുകൂടി 16 ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി അടുത്ത ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. കാർഡിയോളജി സെക്ഷനിൽ സെക്കൻഡ് ഫേസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതേപോലെ ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ പ്രോജക്റ്റുകൾ ഓൺഗോയിങ് പ്രോജക്റ്റുകളാണ്. ചങ്ങനാശ്ശേരി എലിവേറ്റഡ് ഹൈവേ അടുത്ത നാളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട വീഥികളെല്ലാം എടുത്താൻ സഞ്ചാരയോഗ്യമായ പാതകളാക്കി തീർത്തിരിക്കുന്നു. MC യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. 250 കോടി രൂപയുടെ വികസനങ്ങൾ നടന്നിരിക്കുന്നു. എത്രയെത്ര വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ ഈ ഗവൺമെന്റ് ഈ ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം എണ്ണിയാലൊടുങ്ങാത്തതാണ്. ആ നിലയിലെല്ലാം ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ നാളുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നമ്മുടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരമലയിലുണ്ടായ ഉരുൾപൊട്ടലുകൾ, ആ ഉരുൾപൊട്ടലുകൾ 4 ദിവസം ആദ്യത്തെ ദിവസം പോയിരുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അവിടെ കണ്ട രംഗം ഭയാനകമായിരുന്നു. കരളലിയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു, ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ആ ഉരുൾപൊട്ടൽ പ്രദേശത്തെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ കര, നാവിക, വ്യോമസേനകളെ സമന്വയിപ്പിച്ച് എത്രയോ വലിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു കൈകാര്യം ചെയ്യുന്നത്. 1000-ൽ പരം ജീവനുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തി. പിന്നീട് അവർ വീട് നഷ്ടപ്പെട്ടവരും മുറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ടവരെ കൃത്യമായി വാടക വീടുകൾ താമസിച്ച് അവരുടെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ വരുമാന മാർഗത്തിനുള്ള വഴി ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഇനി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇന്നലെ എടുത്ത സുപ്രധാനമായ തീരുമാനം, വയനാട് ജില്ലയിലെ 2 എസ്റ്റേറ്റുകൾ വാങ്ങാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അവർ കോടതിയിൽ പോയി, കോടതി നമ്മുടെ തീരുമാനം അംഗീകരിച്ചു. അത് വെച്ച് ഏറ്റവും നിരപ്പായ ഭൂമിയും കൽപ്പറ്റ ടൗണിലുള്ളവർക്ക് 5 സെന്റും അല്പം മാറി മറ്റൊരു എസ്റ്റേറ്റുള്ള നിരപ്പായ ഭൂമി കൊടുത്ത് 10 സെന്റും കൊടുത്ത് എല്ലാവരെയും പുനരധിവസിപ്പിക്കുക. വെറും വീട് കൊടുക്കുക മാത്രമല്ല, അതൊരു ടൗൺഷിപ്പാക്കി മാറ്റുകയാണ്. ആ ടൗൺഷിപ്പിൽ ആശുപത്രി ഉണ്ടാവും, വിദ്യാലയങ്ങളുണ്ടാവും, അംഗൻവാടികളുണ്ടാവും, സിനിമാ ഷോപ്പുകളുണ്ടാവും, മാർക്കറ്റുകളുണ്ടാവും, മറ്റെന്തൊക്കെയാണോ ആവശ്യമുള്ളത് ഒരു ടൗൺഷിപ്പ് രൂപം കൊടുത്ത് കളിസ്ഥലങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി അവർക്ക് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇതാ ആ വയനാട്ടിൽ കൃത്യമായി ടൗൺഷിപ്പുകൾ രൂപം കൊള്ളുന്നു. ഇത്തരമൊരു രൂപത്തിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ നമുക്ക് ഈ രംഗത്ത് എന്താണ് താമസം എന്ന് ചോദിച്ച് പല രൂപത്തിൽ നമ്മളെ ആക്രമിച്ചവരെ ഒന്നും ഇന്ന് കണ്ടില്ല. മാത്രവുമല്ല, പ്രധാനമന്ത്രി വന്നു, കണ്ടു, വിമാനത്തിൽ വന്നു, അദ്ദേഹം യാത്ര ചെയ്തു, മുഖ്യമന്ത്രിയോടൊപ്പം കൂടിപ്പോയി. ഇപ്പോൾ 2018 വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ ഇവിടെ സൈന്യത്തെ അയച്ചെന്ന വിമാനക്കൂലി കുത്തിരി മേടിക്കുന്നു പറഞ്ഞ പോലെയാണ് പാർലമെന്റിൽ മന്ത്രി അതിന്റെ കാശ് തിരിച്ചടക്കണമെന്ന് പറഞ്ഞത്. എന്നാലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ലേ? നമ്മൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ? ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗങ്ങളിൽ, കേരളമെന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ എന്ന് വള്ളത്തോൾ പാടിയപ്പോൾ ആ പാട്ട് നെഞ്ചേറ്റിയവരാണ് ആ കവിത. നമ്മുടെ ഭാരതം, ആ മഹാഭാരതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ കേരളത്തെ എന്തുകൊണ്ട് നമുക്കിവിടെ ദുരന്തമുണ്ടാകുമ്പോൾ അതിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് സൈന്യത്തെ അയച്ചാൽ വിമാനക്കൂലി പോലും നമ്മൾ കൊടുക്കണമെന്ന രൂപത്തിലേക്ക് വരുന്നു? നമുക്കുണ്ടായ ദുരന്തത്തിൽ ഉണ്ടായ നഷ്ടവും കഷ്ടവും എല്ലാം വിശദീകരിച്ച് നേരിട്ട് കണ്ടുപോയ പ്രധാനമന്ത്രി നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ ഒരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ കൊടുങ്കാറ്റ് കരതൊട്ട് സ്ഥലം വിടുന്നതിന് മുമ്പേ അവർക്ക് 999 കോടി രൂപ കൊടുത്തു. ആന്ധ്രാപ്രദേശിനും ത്രിപുരയ്ക്കും 3400 കോടി രൂപ കൊടുത്തു. കേരളത്തിന് 1 രൂപ നാളിതുവരെ തന്നു. 400-ൽ പരം ആളുകൾ ജീവഹാനി സംഭവിച്ച്, നിരവധി ആളുകൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം നഷ്ടപ്പെട്ട് തുണിക്ക് മറുതുണിയില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യന്റെ പ്രയാസങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മനസ്സിലാക്കിപ്പോയ ഒരു പ്രധാനമന്ത്രി ആകെ നമുക്ക് നൽകിയത് ഒരു കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തു എന്നുള്ളതല്ലാതെ 1 രൂപ പോലും തന്നില്ല. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണാധികാരി തരണ്ടേ. നമ്മൾ ദയാദാക്ഷിണ്യമല്ല, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന ഈ കേരളത്തിന് അർഹതപ്പെട്ടതാണ് നമ്മൾ ചോദിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റായി എത്രയോ വലിയ സമരങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ്
ഇതൊരു വലിയ ദുരന്തമായി അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് ഒരു പ്രഖ്യാപനം വന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിഷേധാത്മക സമീപനം വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ളതാണ്. ഏത് രംഗത്തെടുത്താലും നമ്മളോട് ഈ നിഷേധഭാവം കാണിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന് തരേണ്ട BGF 817.80 കോടി രൂപ നമുക്ക് തരുമ്പോൾ അതിൽ ഓണായിട്ട് തരും. അപ്പുറത്ത് തൂത്തുക്കുടിക്ക് കൊടുത്താൽ അത് ഗ്രാൻഡായി കൊടുക്കും. എന്നാലോചിച്ച് നോക്കൂ, രണ്ട് സമീപനം, ഒരു പന്തൽ രണ്ട് വിളം. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിഷേധാത്മക സമീപനം ഈ കാലഘട്ടത്തിൽ ഗൗരവപൂർവ്വം നാം കാണുന്നു. വയനാട് ദുരന്തത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നു. രോമാഞ്ചജനകമായ അനുഭൂതിയോടുകൂടി ആ പ്രഖ്യാപനം കേരളത്തിലെ ജനത നെഞ്ചേറ്റിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ തന്നില്ലെങ്കിൽ പോലും ഈ മുഴുവൻ ആളുകളെയും വയനാട്ടിൽ ടൗൺഷിപ്പ് സ്ഥാപിച്ച് പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്ന് ഇതാ ഞങ്ങളുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ആ നിലയിൽ മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കും. ഈ ഗവൺമെന്റ് ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത് കൊണ്ടാണ്. അത് പ്രളയം വന്നാൽ, കോവിഡ് വന്നാൽ, ഓഖി വന്നാൽ, നിപ്പ വന്നാൽ, പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ, ഇപ്പോൾ വയനാട് പോലുള്ള ദുരന്തങ്ങൾ വന്ന് ഏത് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലും ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും സംയോജിതമായ സന്ദർഭോചിതമായി തീരുമാനമെടുത്തു വരുന്ന ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത് എന്ന അഭിമാനകരമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള കോട്ടയം ജില്ലാ സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നതും അതിലേറ്റവും പ്രൗഢഗംഭീരമായ സമ്മേളനവും ശ്രേഷ്ഠമായ സമ്മേളനം എന്ന് പറയുന്ന ആദ്യകാല നേതാക്കന്മാരെ ആദരിക്കുക എന്നുള്ളത്. മുൻകാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒളിവിൽ നിന്ന് പ്രവർത്തിച്ചവരും തെളിവിൽ നിന്ന് പ്രവർത്തിച്ചവരും ഈ വേദിയിലും സദസ്സിലുമുണ്ട്. നിരവധി ഇതിലിരിക്കുന്ന എല്ലാ സഖാക്കളുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല രൂപത്തിൽ വേദികൾ പങ്കിട്ടും കമ്മിറ്റികൾ പങ്കിട്ടും സമരമുഖങ്ങളിൽ യോജിച്ചു നിന്നും പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. എല്ലാവരെയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരമുഖത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെ സംബന്ധിച്ചും ഞാനിപ്പോൾ ഓരോരുത്തരെ കുറിച്ച് സംസാരിക്കേണ്ടതിൽ റജി സക്രിയ എല്ലാവരെയും പരിചയപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് അതിൽ 19 പേരും ഉള്ളത് കൊണ്ട് ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല. ത്യാഗനിർഭരമായ ജീവിതം നയിച്ച നമ്മുടെ മണിമുത്തുകളാണ് ഈ ആദരിക്കപ്പെടുന്നവർ എന്ന് ഞാൻ എടുത്തു സൂചിപ്പിക്കട്ടെ. അവരെ ഹൃദയം നിറഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. അവരെ എല്ലാ അർത്ഥത്തിലുള്ള അഭിമാനാദരവോടെയാണ് ഈ സമ്മേളനം, ഈ മഹാസമ്മേളനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങെന്ന രൂപത്തിൽ അവരെ ആദരിക്കുന്നത്. അവർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ത്യാഗനിർഭരമായി കയ്യിൽ വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നടന്ന് കാല് വലിയ രൂപത്തിൽ പൊട്ടിയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഈ സദസ്സിൽ പട്ടിണി കിടന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടുള്ള കൂട്ടർ ഈ കൂട്ടത്തിലുണ്ട്. പല രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ മാർഗമില്ലാതിരുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത രൂപത്തിൽ പല ഘട്ടങ്ങളിൽ നടന്നു പോയവരുണ്ട്. ഇങ്ങനെ ത്യാഗപൂർണമായ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള വിഷമങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രവർത്തന രംഗത്ത് നിന്ന് അതിൽ മർദ്ദനമേറ്റിട്ടുള്ളവരുണ്ട്. പോലീസ് മർദ്ദനമേറ്റവരുണ്ട്, ഗൂണ്ടാമർദ്ദനമേറ്റവരുണ്ട്, നിരവധി കാലങ്ങൾ ജയിലിൽ കിടന്നവരുണ്ട്. അത്തരത്തിൽ തങ്ങളുടെ ജീവിതം, ഒരു മനുഷ്യായുസ്സ് മുഴുവൻ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത മഹത്തായ ഈ പോരാട്ട വീഥികളിലെ ഈ ഉജ്ജ്വലന്മാരായ പോരാളികളെ നമുക്കെല്ലാം ചേർന്ന് ഇന്ന് ആദരിക്കാം. സഖാക്കളെ, ഇവരെയെല്ലാം ആദരിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം നമുക്ക് പര്യവസാനിപ്പിക്കാം. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.